ഹരി ഓം. എല്ലാ പ്രിയമിത്രങ്ങൾക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത നിത്യസാധനയിലേക്ക് ഏവർക്കും സ്വാഗതം. അറിവ് സംസ്കൃതിയുടെ നിറവ്. ആശകളെല്ലാം മറ്റ് നേടിയതിനെയെല്ലാം ഉപേക്ഷിച്ച് മനസ്സിനെ ആത്മാവിൽ ഉറപ്പിച്ച് യാദൃച്ഛികമായി ലഭിക്കുന്നവയിൽ സന്തുഷ്ടനും സുഖദുഃഖാദികൾക്ക് അതീതനും മാത്സര്യബുദ്ധിയില്ലാത്തവനും ജയപരാജയങ്ങളിൽ സമബുദ്ധിയുള്ളവനുമായ ജ്ഞാനി ശരീരം കർമ്മോപാധിയാണെന്ന് തിരിച്ചറിഞ്ഞ് കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ കർമ്മബന്ധത്തിൽ പെട്ടുപോകുന്നില്ല എന്നാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിച്ചത്. കർമ്മനിർവഹണത്തിൽ ഏർപ്പെടുമ്പോഴും കർമ്മവാസനകൾ ജ്ഞാനിയെ ബന്ധനത്തിലാക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ 23-ാം ശ്ലോകമാണ്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസഃ യജ്ഞായാചരത കർമ്മ സമഗ്രം പ്രവിലീയതേ. കേരളവ്യാസനെയും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. സംഗം പോയി മുക്തനായി ജ്ഞാനത്തിങ്കൽ ചിത്തമുറച്ചഹോ യജ്ഞാർത്ഥം ക്രിയ ചെയ്വോന് ലയിച്ചിടും സമസ്തവും. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസഃ യജ്ഞായാചരത കർമ്മ സമഗ്രം പ്രവിലീയതേ. സംഗം പോയി മുക്തനായി ജ്ഞാനത്തിങ്കൽ ചിത്തമുറച്ചഹോ യജ്ഞാർത്ഥം ക്രിയ ചെയ്വോന് ലയിച്ചിടും സമസ്തവും. ആസക്തിയില്ലാത്തവനും മുക്തനും ജ്ഞാനത്തിലുറച്ച മനസ്സോടു കൂടിയവനും യജ്ഞത്തിനായി കർമ്മമനുഷ്ഠിക്കുന്നവനുമായവൻ്റെ എല്ലാ കർമ്മങ്ങളും വിലയിക്കുന്നു. ഇന്ദ്രിയപരമായ വിഷയങ്ങളിൽ വളരെ വേഗം എത്തിച്ചേരാനുള്ള സാഹചര്യം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ ഇന്ന് നമുക്കുള്ളത്. ഇന്ദ്രിയങ്ങളെ മോഹിപ്പിക്കുന്ന വിഷയങ്ങൾ കാലത്തിനനുസരിച്ച് മുൻപും ഉണ്ടായിരുന്നുവെങ്കിലും മനോനിയന്ത്രണവും അതുവഴി വിഷയങ്ങളിൽ ചെന്നു പതിക്കാതെ ഇരിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമവും ഇന്നത്തേക്കാൾ കൂടുതലായി അന്നുണ്ടായിരുന്നു. അന്നും ഇന്നും വിഷയങ്ങൾ ഒരുപോലെയാണെങ്കിലും ഇന്ന് വിഷയങ്ങളിലേക്ക് എത്തപ്പെടാനുള്ള സാഹചര്യങ്ങളും മാർഗങ്ങളും വളരെ കൂടുകയും മനോനിയന്ത്രണം വളരെ കുറയുകയും ചെയ്തു എന്നു മാത്രം. ദിനംപ്രതി അനേകം വിഷയങ്ങളിൽ മനസ്സ് ചെന്നു പതിക്കുമ്പോൾ മനസ്സിൻ്റെ ഏകാഗ്രതാശക്തിയും നമുക്ക് നമ്മെക്കുറിച്ച് ചിന്തിച്ച് വിലയിരുത്തി ശ്രദ്ധിക്കാനുമുള്ള സാഹചര്യവും കുറയുകയാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുമില്ല. ഓരോ ദിവസവും അനേകം വിഷയങ്ങൾ ശ്രദ്ധിക്കുന്ന നമ്മൾ നമ്മുടെ മനസ്സിൽ നമുക്ക് എത്രമാത്രം ഇടവും സമയവും നൽകുന്നുണ്ട് എന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മെ വേണ്ടും വിധം ശ്രദ്ധിക്കാതെ ബാഹ്യ വിഷയങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ ഇന്ദ്രിയപരമായി ബാഹ്യ വിഷയങ്ങളോടും മാനസികമായി ബാഹ്യ വിഷയങ്ങൾ സൃഷ്ടിക്കുന്ന വികാരങ്ങളിലേക്കും ബൗദ്ധികമായി ആ വികാരങ്ങൾക്കനുസരിച്ചുള്ള വിചാരങ്ങളിലേക്കും നമ്മളറിയാതെ വീണുപോകുന്നു. ബാഹ്യവിഷയങ്ങൾ സൃഷ്ടിക്കുന്ന വികാരവിചാരങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുമ്പോഴാണ് വ്യക്തിയും സമൂഹവും ബുദ്ധി നശിച്ച് മനോനിയന്ത്രണമില്ലാതെ അധപ്പതിക്കുന്നത്. നിയന്ത്രണ വിധേയമല്ലാത്ത മനോബുദ്ധികൾ ജീവിതത്തിൽ സംഘർഷവും അശാന്തിയും സൃഷ്ടിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. നമുക്ക് നേരിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ബാഹ്യ വിഷയങ്ങളിലേക്കും വികാരവിചാരങ്ങളിലേക്കും നമ്മൾ അറിയാതെ തന്നെ പതിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? ബാഹ്യ വിഷയങ്ങൾക്ക്
നമ്മുടെ ബൗദ്ധികതയെ വളരെ വേഗം കീഴ്പ്പെടുത്താൻ കഴിയുന്നു എന്നതല്ലേ സത്യം? വിഷമയങ്ങളായ വിഷയങ്ങളിലേക്ക് മനസ്സിനെ വീഴ്ത്തി വിഷയങ്ങളിലൂടെ നിലനിൽക്കേണ്ടത് വിഷയങ്ങളുടെ മാത്രം ആവശ്യമാണ്. നമ്മുടെ മനഃശക്തിയും ബുദ്ധിശക്തിയും തിരിച്ചറിയാൻ ശ്രമിക്കാതെ ബാഹ്യ വിഷയങ്ങളുടെ എല്ലാം പിറകെ മനസ്സിനെ ഓടിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിത്തീരുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ബാഹ്യ വിഷയങ്ങളിലൂടെയല്ല, മറിച്ച് ബുദ്ധിയുടെ സൂക്ഷ്മതയിലാണ് പരിപൂർണ സ്വാതന്ത്ര്യം നിലകൊള്ളുന്നതെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൽ ദിവസവും കുറച്ചു നിമിഷം നമുക്ക് മാത്രമായി മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ ശരിയേത് തെറ്റേത്, സത്യമേത് മിഥ്യയേത്, നിത്യമേത് അനിത്യമേത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ഈ തിരിച്ചറിവ് ബൗദ്ധിക തലത്തിൽ പ്രതിഫലിക്കുമ്പോൾ ജീവിതത്തിൽ ഉടനീളം വഴികാട്ടിയാവുന്ന ജ്ഞാനമായി പ്രയോജനപ്പെടുകയും ചെയ്യും. നമ്മുടെ മുന്നിൽ വന്നു ചേരുന്ന വിഷയങ്ങളെയും അവ സൃഷ്ടിക്കുന്ന വികാര വിചാരങ്ങളെയും എങ്ങനെയാണോ ശ്രദ്ധയോടെ നിരീക്ഷിച്ച് ജീവിതത്തിൽ നിന്നൊഴിവാക്കി ജീവിത ലക്ഷ്യം നേടുന്നത്, അതേ മനോഭാവത്തോടെ ബാഹ്യ വിഷയങ്ങൾക്ക് അടിമപ്പെട്ട് വിഷയാധിഷ്ഠിതമായ കർമ്മങ്ങളിലും അവ സൃഷ്ടിക്കുന്ന കർമ്മഫലങ്ങളിലും മനസ്സു പതിക്കാതെ തൻ്റെ വ്യക്തിബോധത്തിനനുസൃതമായി കർത്തവ്യ കർമ്മ നിർവഹണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലോകോപകാരമായി കർമ്മത്തിലേർപ്പെട്ടാൽ ശ്രദ്ധയും ശക്തിയും വർദ്ധിക്കുന്ന മനസ്സിൻ്റെ സൂക്ഷ്മത നമ്മെ ജ്ഞാനപ്രാപ്തിയിലേക്ക് നയിക്കുകയില്ലേ? ജ്ഞാനിയെ സംബന്ധിച്ച് ബാഹ്യ വിഷയങ്ങളിലല്ല ശ്രദ്ധ എന്നതിനാൽ അവയൊന്നുമല്ല ജ്ഞാനിയുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ബാഹ്യ വിഷയങ്ങളിൽ ബന്ധം വയ്ക്കാത്ത ജ്ഞാനി അവ സൃഷ്ടിക്കുന്ന വികാര വിചാരങ്ങളിൽ നിന്നും മുക്തനായി സത്യമേത് മിഥ്യയേത് എന്ന് വിവേകബുദ്ധിയാൽ തിരിച്ചറിഞ്ഞ് പരമാർത്ഥ ജ്ഞാനത്തിലധിഷ്ഠിതമായ മനസ്സോടെ സമർപ്പണ മനോഭാവത്തോടെ കർത്തവ്യ കർമ്മനിഷ്ഠനായി കർമ്മത്തിൽ ഏർപ്പെടുന്നു. സ്വാർത്ഥ താല്പര്യങ്ങളൊന്നുമില്ലാത്തതിനാലും ലോകോപകാരമായി ഭവിക്കുന്നതിനാലും ആ കർമ്മം കർമ്മഫലങ്ങളൊന്നും സൃഷ്ടിച്ച് പിന്തുടരാതെ വിലയം പ്രാപിക്കുന്നു. ഇങ്ങനെ ആസക്തിയില്ലാതെ മുക്തനായി ജ്ഞാനാധിഷ്ഠിതമായ മനസ്സോടെ യജ്ഞരൂപത്തിൽ കർമ്മമനുഷ്ഠിക്കുന്ന ജ്ഞാനിയുടെ കർമ്മം ഏതു ഭാവത്തിലും രൂപത്തിലുമായിരിക്കും. ജ്ഞാനിയുടെ കർമ്മത്തിലുള്ള ഭാവനയും രൂപവും അടുത്ത ദിവസം നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാ പ്രിയ മിത്രങ്ങൾക്കും നന്ദി, നമസ്കാരം. ഹരി ഓം.